ആശ്വാസദായകൻ കൂടെയുണ്ട്, ആവശ്യനേരത്തിൻ കൂടെയുണ്ട്, ആശ്വാസദായകൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ കടന്നിടിലും വെള്ളമെൻ്റെ മേൽ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോട് കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്നാൽ, എൻ താതൻ എന്നോട് കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. ബാഖായിൻ താഴ്വരെ കൂടെയുണ്ട്, യാക്കോബിൻ ദൈവം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. രോഗക്കിടക്കയിലും കൂടെയുണ്ട്, ലോകാന്ത്യത്തോളം എൻ കൂടെയുണ്ട്. കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. കൂടെയുണ്ടേശു എൻ കൂടെയുണ്ട്, കൂട്ടിനവൻ എന്നും കൂടെയുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോന പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. യോന പ്രവാചകൻ്റെ പുസ്തകത്തിലെ കേന്ദ്രമായ ആശയം എന്ത് എന്ന് നാം കഴിഞ്ഞ ചില പ്രസംഗങ്ങളിലൂടെ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതട്ടെ. സെൽഫ് സെൻറ്റേഡ്നെസ്, സ്വയകേന്ദ്രീകൃതമായ ജീവിതം, സ്വയം അല്ലെങ്കിൽ ഇഗോ, ആരെയും കീഴടക്കുന്നു, ആരെയും കീഴടക്കാൻ കാത്തു നിൽക്കുന്നു. ഓരോരുത്തരുടെയും ഉള്ളത്തിൽ വ്യക്തമായി പ്രതിഫലിക്കുന്ന, പ്രകടമായിട്ടല്ലെങ്കിലും വ്യക്തമായി പ്രതിഫലിക്കുന്ന ഒരു പാവമാണ് സെൽഫ് അല്ലെങ്കിൽ ഇഗോ. യോന ഒരു പ്രവാചകനാണ്, ദൈവപുരുഷനാണ്, ദൈവത്തിൻ്റെ വചനം പറയുന്നവനാണ്, ദൈവത്തിൻ്റെ വചനം പറയുവാൻ ദൈവത്തിന് നിയോഗം ലഭിച്ചവനാണ്. പക്ഷേ സെൽഫ് സെൻറ്റേഡ്നെസ് മാറിയില്ല, ഇഗോ മാറിയില്ല. യോന പ്രവാചകൻ്റെ പുസ്തകത്തിന് 4 അധ്യായമാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. അതിലെ 1-ാമത്തെ അധ്യായം യോന ശിക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. യോന പണിഷ്ഡ്. എന്തിനു വേണ്ടി? അനുസരണക്കേട് വന്നു. അനുസരണക്കേടിൻ്റെ കാരണം എന്താണ്? യോനായുടെ ഇഗോ അല്ലെങ്കിൽ സ്വയം, സ്വന്തം ഒരാത്മീയം, സ്വന്തം ഒരു ശരി, സ്വന്തം ഒരു പ്രാമാണ്യം, സെൽഫ് സിഗ്നിഫിക്കൻസ്, സെൽഫ് ഇമ്പോർട്ടൻസ്, സ്വന്തം ഒരു ഉയർച്ച, എൻ്റേത്, എൻ്റെ ശുശ്രൂഷ, എൻ്റെ വചനം, എൻ്റെ വേല,
എൻ്റെ വാക്കുകൾ ഒരു ഞാൻ അല്ലെങ്കിൽ ഇഗോ യോനായെ ഭരിച്ചിരുന്നു. തന്മൂലം യോന ശിക്ഷിക്കപ്പെട്ടു. ആ ശിക്ഷ യോനായെ നന്നാക്കിയെടുക്കാനായിരുന്നു. യോനായുടെ ജീവിതത്തിലെ തെറ്റ് മനസ്സിലാക്കി തിരുത്താനായിരുന്നു. യോനായ്ക്ക് ശിക്ഷ ലഭിച്ചു. യോന പണിഷ്ഡ്. അതാണ് 1-ാം അധ്യായം. 2-ാമത്തെ അധ്യായത്തിൽ യോന പ്രവാചകൻ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നതാണ് നാം കാണുന്നത്. അതെന്താണ്? യോന കൺവേർട്ടഡ്. യോനയ്ക്ക് മാനസാന്തരമുണ്ടായി. യോന പ്രവാചകന് മാനസാന്തരമുണ്ടായി. ശിക്ഷ നേരിട്ടപ്പോൾ, ശിക്ഷണം ലഭിച്ചപ്പോൾ അത് നന്മയ്ക്കായി തീർന്നു. മാനസാന്തരമുണ്ടായി, അനുതാപമുണ്ടായി, നിലവിളിയുണ്ടായി, തകർന്ന ഹൃദയമുണ്ടായി, ദൈവസന്നിധിയിൽ കരഞ്ഞു. യോന മാനസാന്തരപ്പെട്ടു. യോന മനം തിരിഞ്ഞു. 3-ാമത്തെ അധ്യായം യോന റീഇൻസ്റ്റേറ്റഡ്. യോന യഥാസ്ഥാനപ്പെട്ടു. 3-ാമത്തെ അധ്യായത്തിൽ ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ തിരികെ കിട്ടുകയാണ്. ഒരിക്കൽ ഏതൊരു ശുശ്രൂഷയിൽ നിന്ന് വിട്ടുപോയോ, ഏതൊരു ശുശ്രൂഷ തന്നെത്താൻ നഷ്ടപ്പെടുത്തിയോ അതിലേക്ക് യോന തിരികെ വരികയാണ്. യോന വീണ്ടും നിലവിലേക്ക് പോയി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. യോന യഥാസ്ഥാനപ്പെട്ടു. യോന റീഇൻസ്റ്റേറ്റഡ്. 4-ാമത്തെ അധ്യായം നാം ഇപ്പോൾ ചിന്തിച്ചു വരുന്നത് യോനയ്ക്ക് ഒരു വലിയ രൂപാന്തരം ലഭിക്കുന്നതായിട്ടാണ്. ശിക്ഷണത്തിൽ നിന്ന് പയ്യെ പയ്യെ മാനസാന്തരത്തിലേക്കും യഥാസ്ഥാനത്തിലേക്കും വന്ന് അവസാനത്തെ അധ്യായത്തിൽ ഒരു വലിയൊരു മഹാസത്യത്തെ യോന നേരിടുകയും ആ സത്യം യോനയെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന അത്ഭുതകരമായ ദൈവസ്നേഹത്തിൻ്റെ വ്യാപാരമാണ് നാം കാണുന്നത്. ദൈവസ്നേഹത്തിൻ്റെ അനർഗള പ്രവാഹമാണ് നാം കാണുന്നത്. ശിക്ഷണത്തിലൂടെ ഒരു മനുഷ്യനെ നന്നാക്കുന്ന ദൈവസ്നേഹം, ശിക്ഷണം നൽകുന്നതിൽ കൂടെ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവസ്നേഹം. പ്രിയപ്പെട്ടവരെ, യോന ട്രാൻസ്ഫോംഡ്. അതാണ് 4-ാം അധ്യായം. യോന പണിഷ്ഡ്, യോന കൺവേർട്ടഡ്, യോന റീഇൻസ്റ്റേറ്റഡ്, യോന ട്രാൻസ്ഫോംഡ്. രൂപാന്തരപ്പെടുന്നു. നമ്മയും രൂപാന്തരപ്പെടുത്താൻ ദൈവം അധ്വാനിക്കുകയാണ്. നമ്മെ രൂപാന്തരപ്പെടുത്തുവാനുള്ള ദൈവത്തിൻ്റെ അധ്വാനത്തിൽ നാം കണ്ടുപിടിക്കേണ്ട ഏറ്റവും വലിയ പാപം നമ്മുടെ ഈഗോയാണ്, നമ്മുടെ സെൽഫ് സെൻറ്റേഡ്നെസ്സാണ്. ഞാനെന്നുള്ള ഭാവമാണ്. എനിക്കുള്ള കഴിവ്, എനിക്കുള്ള ശുശ്രൂഷ, എനിക്കുള്ള ആത്മീയമായ നിലവാരം, എനിക്ക് എൻ്റേത് എന്നുള്ളതായ ആ ഒരു സ്വയകേന്ദ്രീകൃതമായ മനോഭാവം, അതാണ് നമ്മിൽ തട്ടിത്തകർത്ത് നമ്മെ ഉടച്ച് പുതുപാത്രമായി മെനയുവാൻ കർത്താവ് അധ്വാനിക്കുന്ന ഏറ്റവും ഗൗരവമേറിയ കാര്യം. യോന ഇവിടെ പറയുന്ന പ്രാർത്ഥന അത് ഒരു ദൈവവൈതലിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. യോന പറയുകയാണ്, മതി കർത്താവേ, മതി, എനിക്കിത് ജീവിക്കണ്ട. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? എനിക്ക് മരിച്ചാൽ മതിയെന്ന് പറയാൻ കാരണം എന്താണ്? യോന പറയുന്നു, ആകയാൽ യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. യോന കോപിച്ചു എന്നാണ് നാം 1-ാം വാക്യത്തിൽ കണ്ടത്. അനിഷ്ടം വന്നു, കോപിച്ചു. യോന ദൈവത്തോട് പരിഭവിച്ചു. ദൈവത്തോട് പരിഭവിക്കുകയും അനിഷ്ടം വന്ന ദൈവത്തോട് കോപിക്കുകയും ചെയ്തുകൊണ്ട് ആ കോപത്തോടെ പ്രാർത്ഥിച്ചു. ഉള്ളിൽ കോപം, ചുണ്ടിൽ പ്രാർത്ഥന. ഉള്ളിലെ മനോഭാവം കോപമാണ്, ഉള്ളിലെ മനോഭാവം പരിഭവമാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ മറഞ്ഞു കിടക്കുന്നതായ മനോഭാവം അത് അനിഷ്ടമാണ്, കോപമാണ്, പരിഭവമാണ്. തന്മൂലം യോനയ്ക്ക് വന്നത് എന്താണ്? ഫ്രസ്ട്രേഷനാണ്, നിരാശയാണ് വന്നത്. പ്രിയപ്പെട്ടവരെ, അനേകരും എനിക്ക് മരിക്കണമെന്ന് ചിന്തിക്കുന്ന ചിന്തയുടെ പിന്നിൽ വ്യാപരിക്കുന്നത് വൈരാഗ്യമാണ്. ആരോടെങ്കിലുമുള്ള വൈരാഗ്യമാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ഒരുപക്ഷെ ഭർത്താവിനോടായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയോടായിരിക്കാം, അല്ലെങ്കിൽ മാതാപിതാക്കളോടായിരിക്കാം, അല്ലെങ്കിൽ മക്കളോടായിരിക്കാം. ആ നിരാശ വരുന്നതിൻ്റെ പിന്നിൽ ആരോടെങ്കിലുമുള്ള കോപവും വൈരാഗ്യവും പരിഭവവും ഉണ്ട്. കോപവും വൈരാഗ്യവും പരിഭവവും ഉണ്ടാകുമ്പോഴാണ് നിരാശ വരുന്നത്. നിരാശയിൽ നിന്നാണ് ഇനി എനിക്ക് ജീവിക്കേണ്ട എന്നുള്ള ചിന്ത വരുന്നത്. ഫ്രസ്ട്രേഷൻ. യോനയുടെ ഹൃദയത്തിൽ വളരെ ശക്തമായി നിരാശ അങ്ങ് വന്ന് കുമിയാനിടയായി.
എന്താണ് നിരാശ നിറഞ്ഞു വരാൻ കാരണം? നമ്മിൽ അനേകം പേരുടെ ജീവിതത്തിൽ ഇത് കാണാം. ചിലപ്പോഴെല്ലാം കൊടിയ നിരാശ നമുക്ക് വരുന്നു. നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ വരുമ്പോൾ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ സംഭവിക്കാതെ വിരുദ്ധമായി വരുമ്പോൾ, അപ്പോഴെല്ലാം നാം നിരാശരായിത്തീരുന്നു. നാം ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, നാം ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ നമ്മുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വരുമ്പോൾ, മറ്റുള്ളവർ നമ്മുടെ ആശയഗതിയോട് ഒത്തുപോകാതെ വരുമ്പോൾ നമുക്ക് നിരാശ വരുന്നു. എന്നാൽ ഞാനങ്ങ് വഴിമാറിക്കൊടുത്തേക്കാം, ഞാനങ്ങ് മരിച്ചേക്കാം, എന്തിന് ജീവിക്കണം? ദൈവത്തിന് എന്നെ വേണ്ട, മനുഷ്യർക്ക് എന്നെ വേണ്ട, എന്നെക്കുറിച്ച് ആർക്കൊരു കരുതലില്ല, ഞാനങ്ങ് മരിച്ചേക്കാം. ഇതാണ് ഈ ഒരു പരിഭവത്തിൽ നിന്നും അനിഷ്ടത്തിൽ നിന്നും കോപത്തിൽ നിന്നുമാണ് വാസ്തവത്തിൽ ആത്മഹത്യ ചിന്ത വരുന്നത്. ആത്മഹത്യ എന്ന് പറയുന്നത് തന്നെ ഒരു മഹാപാപമാണ്. ആത്മഹത്യ ചെയ്യുന്നവർ അവരുടെ ഹൃദയത്തിലുള്ളതായ നൈരാശ്യം എന്ന് പറയുന്ന പാപത്തിന് അടിമപ്പെട്ട് അത് ചെയ്യുന്നത് കൊണ്ട് നിത്യയാതനയിലേക്ക്, നിത്യനരകത്തിലേക്ക് പോവുകയാണ്. പക്ഷേ പലപ്പോഴും നിത്യനരകം എന്ന് പറയുന്ന ഒന്നുണ്ട് എന്ന് പോലും പലരും വിചാരിക്കുന്നില്ല. നിത്യയാതന എന്ന് പറയുന്നത് പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമാണ്. സ്വർഗമുണ്ടോ നരകമുണ്ടോ ആരും ചിന്തിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ സത്യം ഒരു സ്വർഗമുണ്ട്, ഒരു നരകമുണ്ട്, ഒരു നിത്യതയുണ്ട്, മരണശേഷം ഒരു ന്യായവിധിയുണ്ട്. സംശയിക്കേണ്ട, വ്യക്തമാണത്. മരണമുണ്ട്, സംശയമില്ല. മരണശേഷം ഒരു ന്യായവിധിയുണ്ട്. ന്യായവിധിക്ക് ശേഷം നാം ഒന്നുകിൽ സ്വർഗത്തെ അല്ലെങ്കിൽ നരകത്തെ നാം നേരിടാൻ പോകുന്നു, അഭിമുഖീകരിക്കാൻ പോകുന്നു. നരകമാണോ സ്വർഗമാണോ എൻ്റെ നിത്യതായും തീരുമാനിക്കാനുള്ള കാലം ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഭൗതിക ആയുസ്സിൻ്റെ കാലമാണ്. ഈ ആയുസ് നിരാശയിൽ കളയാനുള്ളതല്ല. ഈ ആയുസ് കോപത്തിൽ നശിപ്പിക്കാനുള്ളതല്ല. ഈ ആയുസ് പരിഭവിച്ച് മുടിച്ചു കളയാനുള്ളതല്ല. ഈ ആയുസ് എൻ്റേത് എന്ന ഭാവത്തിൽ നശിപ്പിച്ച് കളയാനുള്ളതല്ല. ഈ ആയുസ് ജീവനുള്ള ദൈവത്തിന് പ്രയോജനപ്പെട്ടുകൊണ്ട്, അതോടൊപ്പം നമുക്കും പ്രയോജനപ്പെട്ടുകൊണ്ട്, അതോടൊപ്പം നമ്മുടെ അനന്തര തലമുറയ്ക്കും പ്രയോജനപ്പെട്ടുകൊണ്ട്, നാം മൂലം നമുക്കും നമ്മോട് ചേർന്നുള്ളവർക്കും സമൂഹത്തിനും ഭാവികാല തലമുറകൾക്കും പ്രയോജനപ്പെടുന്ന ഒരു ശോഭനമായ ജീവിതം നയിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിസ്സാരമല്ല നമ്മുടെ ജീവിതം. അത് കളഞ്ഞു കുളിച്ച് കളയാനുള്ളതല്ല, അത് നശിപ്പിക്കാനുള്ളതല്ല. അത് വെറുതെ അനിഷ്ടങ്ങൾക്കും കോപങ്ങൾക്കും പരിഭവങ്ങൾക്കും വിധേയപ്പെട്ട് തകർത്ത് കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം വിലയേറിയതാണ്. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ പഠിപ്പിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോട് ഒരിക്കൽ പറഞ്ഞു, ജനനം എന്ന് 3 അക്ഷരം കൊണ്ട് ആരംഭിച്ച് മരണം എന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല ജീവിതം എന്ന 3 അക്ഷരം. ഒരിക്കൽ അദ്ദേഹം ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, ജനനം എന്ന 3 അക്ഷരത്തിൽ ആരംഭിച്ച് മരണം എന്ന 3 അക്ഷരത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല ജീവിതം എന്ന 3 അക്ഷരം. വൻ കാര്യങ്ങൾ നേടേണ്ടതുണ്ട് നമുക്കിവിടെ, വൻ കാര്യങ്ങൾ. അന്ന് അദ്ദേഹം ആവേശഭരിതനായി പറഞ്ഞു, മഹാമേരുവിനെ കീഴടക്കാനുണ്ട്. മഹാമേരു ഉയർന്നു നിൽക്കുന്നു. മഹാമേരുവിൻ്റെ ഉന്നത ശൃംഗങ്ങളിലേക്ക് നാം നടന്ന് കയറേണ്ടതുണ്ട്. അതിനപ്പുറം നടന്ന് ഉയർന്ന ജീവിത നിലവാരങ്ങളിലേക്ക് നാം കുതിച്ചെത്തുവാനായി ഭാവികാല സമൂഹം നമ്മെ കാത്തു നിൽക്കുന്നു. ഉയർന്ന ആദർശങ്ങൾ നമ്മെ ക്ഷണിക്കുന്നു. ഉയർന്ന ജീവിത പടവുകൾ നമ്മെ കാത്തു നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ആ മഹാനായ മനുഷ്യൻ പറഞ്ഞ വാക്കുകളുടെ അന്തസ്സത്ത ഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നിസ്സാരമല്ല എന്ന് മനസ്സിലാകുന്നത്. അതാണ് വാസ്തവത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധ്യാത്മിക മൂല്യം. അതെന്താണത്? യേശുക്രിസ്തു പറഞ്ഞു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ആത്മാവൻ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? എല്ലാം നേടി, ഈ ലോകത്ത് പണം നേടി, ജോലി നേടി, പ്രശസ്തി നേടി, ധാരാളം കൂട്ടാളികളെ നേടി, ആരാധകരെ നേടി, പക്ഷേ എന്ത് പ്രയോജനം? സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ആത്മാവിന് കേടുവരുത്തുന്നതായ ഒന്നാണ് നിരാശ എന്ന പാപം. മതി എനിക്ക് മതിയായി, ആർക്ക് വേണ്ടി ഞാൻ ജീവിക്കണം? ആ ചിന്ത നിരാശയിൽ നിന്ന് വരുന്നതാണ്. മതി, എന്നെ ആർക്കും കാര്യമില്ല, എന്നെ ആർക്കും പരിഗണനയില്ല, ആർക്ക് വേണം എന്നെ?
ഞാൻ കൂടിയ കഴിയുന്ന ആർക്കാണ് നിർബന്ധം? ഞാനൊരാൾ ജീവിച്ചിരിക്കണമെന്ന് ആർക്കാണ് താല്പര്യം? ഞാനങ്ങ് മരിച്ചേക്കാം. ഈ ചിന്തയാണ് അനേകരെ നിരാശയിലേക്ക് നയിക്കുന്നതിൻ്റെ പരമകാഷ്ഠയിലേക്ക് എത്തിക്കുന്ന മഹാവിപത്ത്. പ്രിയപ്പെട്ടവരെ, യോനാപ്രവാചകൻ പറയുകയാണ്, ആകയാൽ യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുറമേ കാണുന്ന വലിയ പാപങ്ങളല്ല മനുഷ്യനെ പലപ്പോഴും അപകടത്തിലാക്കുന്നത്. മദ്യപാനം, വ്യഭിചാരം, കൊലപാതകം, കവർച്ച എന്നിങ്ങനെയുള്ളതായ മഹാപാപങ്ങളുണ്ടല്ലോ, മഹാപാപങ്ങൾ തന്നെ. പക്ഷേ ആ പാപങ്ങളുള്ളവർക്ക് അവർക്കറിയാം ഞാനൊരു പാപിയാണെന്ന്. കൊലപാതകം ചെയ്യുന്ന വ്യക്തിക്ക് അപ്പോൾ ഒരു വികാരത്തിൻ്റെ തള്ളലിൽ അങ്ങനെയെല്ലാം ചെയ്താൽ അവനറിയാം പാപിയാണെന്ന്. വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിക്ക് അവനറിയാം ഞാനൊരു കുറ്റമാണ് ചെയ്യുന്നത്, ഞാനൊരു പാതകമാണ് ചെയ്യുന്നത് എന്ന്. അതുപോലെ മറ്റോരോ പാപങ്ങളും പ്രകടമായ പാപങ്ങൾ അവനറിയാം ഇന്നത് പാപമാണ് എന്ന്. എന്നാൽ സെൽഫ് എന്ന് പറയുന്നത് അത് പുറമേ വലിയ പാപമല്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, 1912 ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ ടൈറ്റാനിക് അറ്റ്ലാന്റിക്കിൽ ഇറക്കിയത്. വലിയ ആഡംബര കപ്പലായിരുന്നു. ഏതാണ്ട് 2200 യാത്രക്കാർക്ക് സുഖപ്രദമായി യാത്ര ചെയ്യാവുന്ന വലിയൊരു പടുകൂറ്റൻ കപ്പൽ. ഈ കപ്പൽ കന്നിയാത്രയിൽ അറ്റ്ലാന്റിക്കിൽ കൂടെ കുതിച്ച് പായുകയായിരുന്നു. ആ കപ്പൽ അറ്റ്ലാന്റിക്കിന് നടുക്ക് വെച്ച് തകർന്നുപോയി. ഒരു ഭീമാകാരമായ ഒരു മഞ്ഞുകട്ടയിൽ തട്ടി കപ്പൽ ഉടഞ്ഞുപോയി. കപ്പലിലുള്ള ബഹുഭൂരിപക്ഷം പേര് മരിച്ചു. രക്ഷാബോട്ടുകളിൽ 600 പേർ മാത്രം രക്ഷപ്പെട്ടു. ആ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രക്ഷപ്പെട്ട ഒരാളുടെ പേര് ജെയിംസ് ക്രൂച്ച് എന്നാണ്. ഈ ജെയിംസ് ക്രൂച്ച് അദ്ദേഹം അതിനുശേഷം 1935 വേറൊരു കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ അദ്ദേഹം മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചെറിയ തോട്ടിൽ ഏതാണ്ട് ഒരടി വെള്ളം പോലുമില്ല, ഏതാണ്ട് 11 ഇഞ്ച് വെള്ളം അത്രയുമുള്ള ഒരു ചെറിയ തോട്ടിൽ അദ്ദേഹം കാൽ തട്ടി വീണു, കമിഴ്ന്നു വീണു. ശ്വാസം കഴിക്കാൻ പറ്റിയില്ല. അവിടെ അദ്ദേഹം ആ വെള്ളത്തിൽ മുങ്ങി, ആ 11 ഇഞ്ച് വെള്ളത്തിൽ തല മുങ്ങിക്കിടന്ന് അങ്ങനെ മരിച്ചു. 2 വലിയ കപ്പൽ ഛേദത്തിൽ നിന്ന്, മഹാസമുദ്രങ്ങളിലെ കപ്പൽ ഛേദത്തിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യൻ 11 ഇഞ്ച് വെള്ളത്തിൽ മരിച്ചു. അനേകം വിശ്വാസികളും ആത്മാവിൽ മരിക്കുന്നത് പുറമേ വലിയ പാപങ്ങൾ എന്ന് പറയുന്ന മഹാപാപങ്ങളിൽ കുടുങ്ങിയല്ല, ജീവിതത്തിൽ മറിഞ്ഞു കിടക്കുന്ന സെൽഫ് എന്ന പാപത്തിൽ കുടുങ്ങിയാണ്. ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വയം എന്ന പാപത്തിൽ കുടുങ്ങിയാണ്. ബെർക്ക്ലി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഞാൻ വായിച്ചു. ബെർക്ക്ലി അദ്ദേഹം ഒരു വലിയ നായാട്ടുവീരനായിരുന്നു. ഘോരകാന്താരങ്ങളിൽ കൂടെ യാത്ര ചെയ്ത് വനപ്രദേശങ്ങളിൽ അദ്ദേഹം കടന്നു ചെന്ന് സിംഹത്തെയും കരടിയെയും പുള്ളിപ്പുലിയെയും കടുവയെയും ചെന്നായിനെയും കാട്ടുപോത്തിനെയും എല്ലാം വേട്ടയാടുവാൻ സമർത്ഥനായിരുന്നു. എത്രയെത്ര ഘോര മൃഗങ്ങളെയാണ് അദ്ദേഹം കൊന്നൊടുക്കിയത്. എന്നാൽ അദ്ദേഹം മരിച്ചത് ഏതെങ്കിലും സിംഹത്തിൻ്റെ ഗർജനത്തിൻ്റെ മുന്നിൽ പതറി ഓടിയല്ല, പുലിയുടെ അള്ളലേറ്റല്ല, കടുവയുടെ ഭീകരമായ ദംഷ്ട്രകൾക്കിടയിൽ പിടഞ്ഞല്ല, അദ്ദേഹം ഏതെങ്കിലും വലിയ ഘോരമായ പാമ്പുകളുടെ ആ വിഷജ്വാലയേറ്റല്ല. അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളർത്തുന്ന വളർത്തുപൂച്ചയുടെ നഖം കൊണ്ടാണ്. ആ വളർത്തുപൂച്ച നഖം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മാന്തിയപ്പോൾ ചെറുതായിട്ട് മാന്തിയത് അതിൽ കൂടി വിഷം കലർന്നു. അദ്ദേഹം അങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ബ്ലോണ്ടിൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് ഞാൻ വായിച്ചു. അദ്ദേഹം നയാഗ്ര വെള്ളച്ചാട്ടത്തിന് മീതെ കൂടി വലിയൊരു വടം കെട്ടി ആ വടത്തിന്മേൽ കൂടെ അദ്ദേഹം ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് അദ്ദേഹം നടന്നു. എല്ലാവരും വീർപ്പടക്കി നിന്ന അത്യന്തം അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു, ഉദ്വേഗജനകമായ കാഴ്ചയായിരുന്നു. ആളുകളെല്ലാം നോക്കി നിൽക്കുന്നു. ഒരു പ്രയാസവും കൂടാതെ അദ്ദേഹം ആ കയറിമിൽ കൂടി ഇക്കരെ നിന്ന് അക്കരയിൽ കിടന്നു. കാനഡയുടെ തീരത്ത് നിന്ന് USA തീരത്തേക്ക് നടന്നു. പ്രിയപ്പെട്ടവരെ, തിരിച്ചു നടന്നപ്പോൾ ഒരാളെ കൂടി തോളിലേറ്റിക്കൊണ്ട് അദ്ദേഹം ആ കയറിൽ കൂടി നടന്നു പറയുമ്പോൾ അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ? ആളുകളെല്ലാം അങ്ങ് അതിശയം കൂറി അദ്ദേഹത്തെ പ്രശംസിച്ചു, അഭിനന്ദിച്ചു, അനുമോദിച്ചു. എന്നാൽ അദ്ദേഹം സ്വന്തം വീട്ടുമുറ്റത്തെ ഒരു കയറ്റുപായിൽ തട്ടി വീണ്, അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. സ്വന്തം വീട്ടുമുറ്റത്തൊരു ചെറിയ കയറ്റുപായിൽ തട്ടി വീണ്.
ചെറിയ ചെറിയ കാര്യങ്ങൾ മാരകമായ വിപത്ത് വരുത്തും. നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ളതായ സെൽഫ് അല്ലെങ്കിൽ ഈഗോ നമ്മെ വശീകരിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നാം നോക്കുന്നത് നല്ലതാണ്. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്ന എനിക്ക് നല്ലതായെന്ന് ചിന്തിക്കത്തക്കവണ്ണം, മരിച്ചാൽ മതിയെന്ന് ഓർക്കത്തക്കവണ്ണം നിരാശ വന്നിരിക്കുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? കുടുംബത്തിലെ അസ്വസ്ഥതകൾ കൊണ്ടായിരിക്കാം, ഒരുപക്ഷേ അവഗണനകൾ കൊണ്ടായിരിക്കാം, ഭർത്താവ് അവഗണിക്കുന്നതുകൊണ്ടായിരിക്കാം, ഭാര്യ സ്നേഹിക്കാത്തതുകൊണ്ടായിരിക്കാം, മാതാപിതാക്കൾ വാത്സല്യം കാണിക്കാത്തതുകൊണ്ടായിരിക്കാം, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ലാത്തതുകൊണ്ടായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം പിറകിൽ നിന്ന് കുത്തുന്നതുകൊണ്ടായിരിക്കാം, എല്ലാവരും എതിരായിരിക്കുന്നതുകൊണ്ടായിരിക്കാം. ഏതെങ്കിലും തരത്തിലുള്ളതായ പ്രയാസങ്ങളിൽ മനസ്സ് വലഞ്ഞ് ഉള്ളുരുകി മരിച്ചാൽ മതിയെന്ന് ഓർക്കുന്നവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ഭർത്താവ് നേരത്തെ മരിച്ചു പോയതുകൊണ്ട് അഥവാ ഭാര്യ നേരത്തെ മരിച്ചു പോയതുകൊണ്ട് ഏകാഗിയായിരുന്ന് ഇണക്കുരി ചത്തുപോയതിൽ സങ്കടപ്പെട്ട് കരഞ്ഞ് വിലപിച്ചുകൊണ്ട് മരക്കൊമ്പിലിരുന്ന് ഏകാന്തത്തിലിരുന്ന് കരയുന്ന കുരുവിയെപ്പോലെ ദുഃഖത്തോടിരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ജീവിതത്തിൽ നൈരാശ്യം വരുമ്പോൾ നിങ്ങൾ ഓർക്കൂ, യേശുക്രിസ്തു അരികത്ത് വന്ന് നിൽക്കുന്നു എന്ന്. നിങ്ങളെ യേശു മറന്നിട്ടില്ല. ആരെല്ലാം നിങ്ങളെ അവഗണിച്ചാലും യേശു നിങ്ങളെ അവഗണിക്കുന്നില്ല. ആരെല്ലാം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും യേശു നിങ്ങളെ തള്ളിക്കളയുകയില്ല. ആരെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് പോയാലും യേശു നിങ്ങൾ ഉപേക്ഷിച്ച് പോവുകയില്ല. നാം പാടിയല്ലോ, മാറിടും അനുജരെല്ലാം മറന്നിടും സ്നേഹിതരും, മാറ്റമില്ലാത്തവൻ എൻമനുവേൽ മഹിമയിൽ വാഴുന്നു ഇന്നും എനിക്കായി. എൻ്റെ കർത്താവ് ഇന്നും എനിക്ക് വേണ്ടി വാഴുന്നു, ജീവിക്കുന്നു. ആരെല്ലാം മാറിപ്പോകും, മാറിടും അനുജരെല്ലാം, മനുഷ്യരെല്ലാം മാറിപ്പോകും. മറന്നിടും സ്നേഹിതരും, സ്നേഹിതന്മാർ മറന്നുപോകും. നമ്മുടെ കൂട്ടാളികൾ വിട്ടുപോകും. എല്ലാം നമ്മിൽ നിന്ന് മാറിപ്പോകും. എല്ലാം തീരും. പക്ഷേ ആരോഗ്യം ക്ഷയിക്കും, ബലം കുറയും, കണ്ണിൻ്റെ കാഴ്ച മങ്ങും, ചെവിയുടെ കേൾവി കുറയും, നാവിൻ്റെ രുചി കുറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈകാലുകൾക്ക് ബലം കുറഞ്ഞു വരും. നമുക്ക് എഴുന്നേൽക്കാൻ മിനിറ്റുകൾ വേണ്ടി വന്നു വരും. എല്ലാം ക്ഷീണിതമാകും. പക്ഷേ നമ്മെ താങ്ങുന്നവരെ കൈ തളരുകയില്ല. നമ്മെ ഇതുവരെ നടത്തിയ ജീവനുള്ള ക്രിസ്തു അന്ത്യത്തോളം നമ്മെ നടത്താൻ ശക്തനാണ്. വിളിച്ചിറക്കിയവൻ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. പ്രിയരെ, നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ വിളിച്ചിറക്കിയ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ വഴിയിൽ മറന്നിട്ട് പോവുകയില്ല. അവൻ നിങ്ങളെ അന്ത്യത്തോടെത്തിക്കും. വിശ്വാസന നായകനാണ്. അവൻ പൂർത്തി വരുത്തുന്നവനാണ്. അവൻ പൂർത്തീകരിക്കുന്നവനാണ്. അവൻ നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ചെയ്ത് തരും, പൂർത്തീകരിച്ച് തരും, ജീവിതം പൂർണ്ണമാക്കി തരും, അതിൻ്റെ അവസാനത്തിൽ എത്തിച്ചു തരും. നിങ്ങളാരും സംശയിക്കരുത്. ആദി കണ്ടവൻ അവസാനവും കണ്ടിരിക്കുന്നു. അവൻ ആദിയും അന്തവും ആകുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ആദി കണ്ടു, ആദി കണ്ടവൻ അവസാനവും കണ്ടിരിക്കുന്നു. നിങ്ങളാരും നിരാശപ്പെടരുത്, നിങ്ങൾ തളരരുത്, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇനിയും നല്ല കാലങ്ങൾ ലഭിക്കും, ഇനിയും അനുഗ്രഹീത കാലങ്ങൾ ലഭിക്കും. യേശു എന്നോട് നിൽക്കുന്നത് ഞാൻ അറിയും, യേശു എന്നെ നയിക്കുന്നത് ഞാൻ ഗ്രഹിക്കും, യേശുവിൻ്റെ കരം എൻ്റെ മേൽ വയ്ക്കുന്നത് ഞാൻ അറിയും. എന്തുകൊണ്ടെന്നാൽ, യേശുവേ, നീയാണ് എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചത്. നിൻ്റെ തിരുരക്തം എനിക്ക് വേണ്ടി ചിന്തി. നിൻ്റെ തിരുരക്തത്താൽ എൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം കഴുകി എന്നെ നീ വിശുദ്ധീകരിച്ചു. എന്നെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി മാറ്റി. എൻ്റെ ബന്ധനങ്ങൾ നീ കാണിച്ചു തന്നു. എൻ്റെ സ്വഭാവത്തിലുള്ള മാലിന്യങ്ങൾ നീ കാണിച്ചു തന്നു. എൻ്റെ സ്വഭാവത്തിലുള്ള മാലിന്യങ്ങൾ കാണാൻ എനിക്ക് വെളിവ് നീ തന്നു. കർത്താവേ, എനിക്ക് നീ സുബോധം തന്നു. എൻ്റെ കർത്താവേ, എനിക്കൊരു ഉൾക്കാഴ്ച തന്നു. നാഥ, ഇതെല്ലാം മാറ്റുവാനുള്ള ആത്മാവിൻ്റെ കൃപയും എൻ്റെ മേൽ പകർന്നു. വചനം നീ എനിക്ക് തന്നു, എൻ്റെ വചനത്തിൽ കൂടി നടത്തുന്നു. നാഥ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, എന്നെ നിനക്കായി തരുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, നിൻ്റെ ക്രൂസിൽ ചൊരിഞ്ഞ രക്തത്താൽ ഇപ്പോൾ നീ എന്നെ ഒന്ന് കഴുകണമേ. ആ തിരുരക്തം ഒരു തുള്ളി എൻ്റെ നെറ്റിമേൽ പതിയണമേ. ഇപ്പോൾ നിൻ്റെ തിരുരക്തത്താൽ എന്നെ മുദ്രയിടണമേ. നിൻ്റെ കൃപ എന്നെ വന്ന് പൊതിഞ്ഞ് എന്നെ കാവൽ ചെയ്യണമേ. നിൻ്റെ മറവിൻ കീഴിൽ എന്നെ സംരക്ഷിക്കണമേ. നിൻ്റെ ചെറുകടിയിൽ എന്നെ സൂക്ഷിക്കണമേ. നിൻ്റെ ശക്കൈനായുടെ കീഴിൽ എന്നെ പരിപാലിക്കണമേ. നിത്യ തേജസ്സിൻ്റെ കീഴിൽ എന്നെ പരിപാലിച്ച് നിത്യതയിലേക്ക് എന്നെ നയിക്കണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കൂ, നിങ്ങളതിനെ സമർപ്പിക്കൂ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ഞങ്ങളുടെ ജീവിതത്തിലെ നിരാശയുടെ കാരണങ്ങളെല്ലാം അടിസ്ഥാനപരമായി ഞങ്ങളുടെ സ്വയകേന്ദ്രീകൃത ജീവിതമാണെന്ന് കാണാൻ ഞങ്ങൾക്ക് നീ വെളിവ് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും പ്രത്യാശയുള്ളവരാക്കി മാറ്റണമേ. ക്രൂസിലെ സ്നേഹത്താൽ പ്രത്യാശ നിറഞ്ഞു നിന്നെ സ്തുതിപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കണമേ. എല്ലാവരെയും രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ.